students, welcome to Competitive Cracker. ഞാൻ അശ്വതി. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലായി വന്നിരിക്കുന്നത് NVHSC കൊമേഴ്സുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വരുന്ന അപ്ഡേഷൻ അല്ലെങ്കിൽ വരുന്ന കുറച്ച് പരീക്ഷകളുമായി എങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കാം എന്നുള്ളൊരു സ്ട്രാറ്റജിയും കൊണ്ടാണ്. അപ്പോൾ NVHSC പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം അതിൽ ഒരുപാട് സിലബസ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ ഒരു 10 മൊഡ്യൂൾ എന്ന് പറയുന്നത് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ഈ 10 മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ 7 മാർക്കാണ് നിങ്ങൾക്ക് NVHSC കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഈ മൊഡ്യൂൾ തന്നെയാണ്, ഈ 10 മൊഡ്യൂൾ തന്നെയാണ് നിങ്ങൾക്ക് വരുന്ന 2 എക്സാമിനും കൂടിയും വരുന്നത്. അതായത് ഈ 10 മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ വരുന്ന എക്സാം ആയിട്ടുള്ള അതിന് ഒരാഴ്ച ഡിഫറൻസിൽ വരുന്ന പോളിടെക്നിക് ലെക്ചർഷിപ്പ് എക്സാമിനേഷൻ നിങ്ങൾക്ക് കോൺകർ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾക്ക് വരുന്ന ആ 10 മൊഡ്യൂളിൽ നിന്ന് 10 മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കവർ ചെയ്യുന്നത്. അവിടെ ജനറൽ ടോപ്പിക്കുകളൊന്നുമില്ല, നമ്മുടെ സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. ദെൻ അടുത്തത് അതും കഴിഞ്ഞ് നമുക്ക് അടുത്ത് കോൺകർ ചെയ്യാനുള്ളത് HSST കൊമേഴ്സ് ആണ്. ആ വരുന്ന എക്സാം നമുക്ക് കൂടുതൽ പോസ്റ്റുകളുള്ള ക്രീമായിട്ടുള്ളൊരു പോസ്റ്റുകളാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതേ സിലബസ് തന്നെ പഠിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരേ സിലബസിൽ തന്നെ 3 എക്സാമുകളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു എക്സാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 എക്സാമിലും വിന്നർ ആവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ക്രീം ഏരിയാസ് ഉണ്ട് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ മാർക്കിനാണ് അല്ലെങ്കിൽ ഒരു പോയിന്റിനായിരിക്കും നമ്മുടെ റാങ്കുകൾ വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് പ്രോബ്ലം ഏരിയാസ് ആണ്. നമുക്കിവിടെ ചെറിയ പ്രോബ്ലംസ് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് പ്രോബ്ലം ഏരിയാസ് ആണ്. അവിടെയാണ് നമുക്ക് മാർക്കുകളിൽ ഡിഫറൻസ് വരാനുള്ള സാധ്യത എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് പ്രോബ്ലം ഏരിയാസ് ഇതിൽ ഈ സിലബസിലുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലുണ്ട്, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്. അപ്പോൾ ഇത്തരം അക്കൗണ്ടിങ് ഏരിയാസിലാണ് കൂടുതലായിട്ട് പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ അവിടെ ചെറിയ പ്രോബ്ലംസ് ആണ്, മൈന്യൂട്ട് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട്, എന്നാൽ ട്രിക്കി ആയിരിക്കും ചില ഏരിയാസ് എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ ഏരിയാസിലാണ്. അപ്പോൾ നമുക്കതിൽ മെയിനായിട്ട് വരുന്ന ഒന്നാണ് സ്റ്റോക്ക് ലെവൽ. നമ്മൾ സ്റ്റോക്ക് ലെവൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ലെവൽ പിന്നെ അതിൽ വരാൻ സാധ്യതയുള്ളത് EOQ. ഇത് സ്ഥിരമായിട്ട് നമ്മൾ പല എക്സാമിനും കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് ഈ പറയുന്ന സ്റ്റോക്ക് ലെവൽ, EOQ. അതേപോലെ തന്നെ വരുന്നതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എസ്പെഷ്യലി നമ്മൾ ഈക്വിറ്റി ഷെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് പ്രൈസും കാര്യങ്ങളും, വാല്യൂ ഓഫ് ഫേം, അങ്ങനെയുള്ള കുറേ ചെറിയ പ്രോബ്ലംസ് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ദെൻ പിന്നെ വരുന്നത് റേഷ്യോസ് ആണ്. നമ്മുടെ ഇതിൻ്റെ കൂടെയായിട്ട് നമുക്ക് വരുന്ന ഏരിയ എന്ന് പറയുന്നത് റേഷ്യോസ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് നിലവിലുണ്ട്. അപ്പം നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അത്തരം ചെറിയ പ്രോബ്ലംസിലേക്കാണ്. തിയറി നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ചെറിയ മാർക്ക് അല്ലെങ്കിൽ ഒരു പോയിന്റ് മാർക്ക് വ്യത്യാസം വരുന്നത് ഈ ഒരു ഏരിയാസിലായിരിക്കും, പ്രോബ്ലം ഏരിയാസിലായിരിക്കും എന്നുള്ളതാണ്. പലർക്കും പ്രോബ്ലംസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പോരായ്മകൾ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുകൾ ഉണ്ടായിരിക്കും. പലരും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യില്ല. പക്ഷെ നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നേറ്റ് പോകാനായിട്ട് സാധിക്കും, റാങ്കിൽ ടോപ്പിൽ വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ പ്രോബ്ലംസ് ഏരിയാസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ തിയറി ക്വസ്റ്റ്യൻസ് വിട്ടുപോകരുത്. തിയറി ക്വസ്റ്റ്യനും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തിയറി പഠിക്കുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പാറ്റേൺ, ഇപ്പോൾ നമ്മുടെ PSC പാറ്റേണിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പായിരുന്നെങ്കിൽ നമ്മുടെ എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എഴുതുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം നമ്മൾ UGC എക്സാം ഒക്കെ എഴുതുന്ന പോലെ, നെറ്റ് എക്സാം ഒക്കെ എഴുതുന്ന പോലെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് റൈറ്റ് ഓർ റോങ് എന്നുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ ഏതാണ് ഫീച്ചേഴ്സ്, ഓഡ് വൺ ഔട്ട് എന്നുള്ള പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പഠിക്കണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്താണ് കാര്യമെന്ന് നമുക്ക് ക്ലിയർ കട്ടായിട്ട് പഠിച്ചാൽ മാത്രമേ അത്
സ്പെസിഫിക്കലി നമുക്ക് ഏതാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും പഠിക്കുമ്പോഴും നമുക്ക് കൂടുതൽ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളത് നമ്മളെപ്പോഴും മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ഇനി ഇതേ പരീക്ഷ അല്ലെങ്കിൽ ഇതേ ഏരിയാസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഭാവിയിൽ വരുന്ന നിയറസ്റ്റ് ഇപ്പോൾ ഈ പറയുന്ന NVHSE കൊമേഴ്സ് എക്സാം കഴിഞ്ഞ് അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ വരുന്ന അടുത്ത എക്സാം ആയിട്ട് വരുന്നത് നമ്മുടെ പോളിടെക്നിക് ആണ്. പോളിടെക്നിക് എക്സാം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വരുന്നതാണ് നിയറസ്റ്റ് വരുന്ന ഒരു ഇതാണ് HSST കൊമേഴ്സ് എന്നുള്ളത്. ഈ 2 എക്സാമിനും നമുക്ക് ഇതേപോലെ തന്നെ സ്കോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇത്തരം എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു അടുക്കും ചിട്ടയും നമുക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി കൊണ്ടുപോയാൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ. അതായത് നമ്മൾ ഇന്ന് പഠിച്ചു നാളെ പഠിക്കില്ല അങ്ങനെ ഒരു സ്ട്രാറ്റജി പോരാ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് വേണ്ടി സമയം ചെലവഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ NVHSE കൊമേഴ്സ്, HSST കൊമേഴ്സ്, അതുപോലെ തന്നെ പോളിടെക്നിക് എക്സാം ഇത് മാത്രമല്ല നമുക്ക് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് നിയർ ബൈ മാസങ്ങളിൽ മറ്റ് എക്സാമുകളും കൂടിയും വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ എക്സാമിനും കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് കോമ്പറ്റിറ്റീവ് ക്രാക്കർ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾ ഇൻ വൺ ബാച്ച് ആണ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ HSST കൊമേഴ്സ് ആയാലും NVHSE ആയാലും പോളിടെക്നിക് ആയാലും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലായ്പ്പോഴും ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാവില്ല. ചിലപ്പോൾ ജോലിയുള്ള ആൾക്കാർ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ലൈവിൻ്റെ റെക്കോർഡഡ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ക്ലാസ്സുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല തരത്തിലുള്ള ഡൗട്ട്സുകളും ഈ പറയുന്ന ടെൻഷൻസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഒരു ഇവാലുവേഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന ഓൾ ഇൻ വൺ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെൻഷൻസ് അല്ലെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് ഓരോ സ്റ്റുഡൻസിനും മെൻറ്റേഴ്സിന് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ട് മെൻറ്റേഴ്സ് ഉണ്ട്. അത് ഈ പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഈ പരീക്ഷ കഴിയുന്നത് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് വരുന്നത്. ദെൻ ഇതിന് പുറമെ നമുക്ക് ഡെയിലി റിവിഷൻസ് ഉണ്ട്. സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിവിഷൻസ്, നമ്മുടെ പോർഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിവിഷൻസ് ഉണ്ട്, എക്സാമുകളുണ്ട്. നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന കോഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് മാത്രമല്ല കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി എന്ന് പറയുന്നത് മറ്റ് PSC എക്സാമിനും അതുപോലെ തന്നെ നെറ്റ് സെറ്റ് പരീക്ഷകൾ തയ്യാറാവുന്നതിനുമായി യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ പുതിയ PSC അപ്ഡേറ്റിനെ കുറിച്ച് അറിയാനായിട്ട് ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ മനോഹരമായ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.